നമസ്കാരം. നവകേരള നിർമ്മിതിയിൽ പൊതുവിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വലുതാണ്. ലോകം തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേന്മയെ വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത്. അക്കാദമിക് ഇതര മേഖലകളിൽ മാത്രമല്ല, പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് ഏറെ മുന്നിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സാങ്കേതിക വിദ്യയും ഇന്ന് നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഈ മേന്മ തിരിച്ചറിയുന്നവരാണ് ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ. അതുകൊണ്ടാണ് ഓരോ രക്ഷിതാവും തങ്ങളുടെ കുട്ടികളെ എവിടെ പഠിപ്പിക്കണം എന്ന് ആലോചിക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങൾ എന്ന ഒറ്റ ഉത്തരത്തിലെത്തുന്നത്. എന്താണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ സവിശേഷത, മേന്മ? ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി SERTയുടെ റിസർച്ച് ഓഫീസറും വിദ്യാഭ്യാസ പ്രവർത്തനവുമായ രാജേഷ് S വള്ളിക്കോട് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. സാർ, എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പം ഒരു മാസം ഉള്ളു ഇനി പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ, എല്ലാ സ്കൂളുകളിലും കുട്ടികളെ ചേർക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം വളരെ ആവേശത്തോടു കൂടിയാണ് രക്ഷിതാക്കൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് തങ്ങളുടെ കുട്ടികളുമായി വരുന്നത്, പുതിയ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി. എങ്കിലും എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ സവിശേഷതയായിട്ട് വളരെ പ്രധാനപ്പെട്ട് നമുക്ക് മറ്റ് സ്കൂളുകളിൽ നിന്ന് നിർത്തി പറയാവുന്ന എന്താണുള്ളത്? പൊതുവിദ്യാലയങ്ങളിൽ, എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനത്തിൻ്റെ സമയമാണ്. എന്തുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന ചോദ്യം പ്രസക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, കേരളത്തെ ഇന്നത്തെ രൂപത്തിൽ മാറ്റിയെടുത്തതിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതനിരപേക്ഷമായ ഒരു സമൂഹം നമുക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് നിന്ന് നമ്മൾ മാറിയത് പൊതുവിദ്യാലയങ്ങൾ വ്യാപകമായതോടുകൂടിയാണ്. കുട്ടികൾ വ്യത്യസ്ത ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ തുടങ്ങിയതുമാണ്. മതനിരപേക്ഷമായ വിദ്യാഭ്യാസം, ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതം കൂടി പഠിക്കുകയാണ്. അതിന് അനിവാര്യമായൊരു പാഠ്യപദ്ധതി മാറ്റം കേരളത്തിൽ കഴിഞ്ഞ 25 കൊല്ലമായി നടക്കുന്നുണ്ട്. അത് ഏറ്റവും പുതിയ പ്രവണതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മാറ്റി. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിച്ചാൽ സമൂഹത്തിന് വേണ്ട കുട്ടികളും, ആ സമൂഹത്തിന് വേണ്ട കുട്ടികൾ അവർക്ക് സ്വയം തന്നെ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന മിടുക്കരായ കുട്ടികളായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ മാറും. അതിനുള്ള സൗകര്യങ്ങൾ പൊതുവിദ്യാലയങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുവിദ്യാലയങ്ങളാണ് കുട്ടികളെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഈ വിദ്യാലയം എന്ന് പറയുന്നത് വെറും പഠിക്കൽ മാത്രമല്ലല്ലോ. അതായത് ഒരു സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയാണ്. അതിനെ അനുരൂപമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന പാഠപുസ്തകങ്ങൾ, അതിനപ്പുറം പാഠ്യേതര പ്രവർത്തനങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട്, സാർ പറഞ്ഞ പോലെ ഒരു 1/4 നൂറ്റാണ്ടായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സാംക്രികമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ലോകം മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ ജ്ഞാന നിർമ്മാണത്തിൻ്റെ കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ശാസ്ത്രത്തിലാവട്ടെ, ചരിത്രത്തിലാവട്ടെ, മറ്റ് എല്ലാ മേഖലയിലും, ഭാഷാ മേഖലയിലൊക്കെ മാറി വരുന്ന കാലത്തിനനുസരിച്ചുള്ള പുതിയ പാഠ്യപദ്ധതികളും പാഠപുസ്തകങ്ങളും വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അത് ഹൈടെക് സ്കൂളുകളായി മാറി. അതായത് നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു സർക്കാർ വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ്, ഒരു പഴയ ഓടിട്ട കെട്ടിടം, അതുപോലെ തന്നെ ഒരു പഴയ ബെല്ല്, പഴയ പൊളിഞ്ഞു വീഴാറായ ബെഞ്ച്, അതുപോലെ തന്നെ ഏതാണ്ട് പാതി തൂങ്ങിക്കെടുക്കുന്ന ബോർഡ്, അതിൽ ചോക്ക് കണ്ട് എഴുതുന്ന അധ്യാപകർ. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊക്കെ പഠിച്ച കാലത്തുള്ള സ്കൂളുകളും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അതിന് മാറി ഇന്ന് പഞ്ചനക്ഷത്ര സൗകര്യമുള്ള വിദ്യാലയം. അപ്പം പാഠ്യപദ്ധതിയും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യം നന്നായിട്ട് വളർന്ന്, പൊതുവെ പറഞ്ഞാൽ സ്കൂളിൻ്റെ അന്തരീക്ഷം വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് മാറി. അതും കൂടെ അല്ല ഈ രക്ഷിതാക്കളെ കൂടുതൽ പൊതുവിദ്യാലയങ്ങൾക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അത് നമ്മൾ ഈ പാഠ്യപദ്ധതി തുടങ്ങിയപ്പോഴൊന്നും ഇല്ലായിരുന്നു. പാഠ്യപദ്ധതിക്ക് അനുസൃതമായി ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ വലിയ തുക പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചു. വിദ്യാലയങ്ങൾ ആകർഷമാവുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്. എന്നുവെച്ചാൽ അവർക്കിണങ്ങിയ ഒരു വിദ്യാലയങ്ങൾ കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് സർക്കാർ നിർവഹിച്ചത്. അത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞ പല സ്കൂളുകളുമുണ്ട്. മാത്രമല്ല, സാധാരണ സ്കൂൾ, മുമ്പൊരു മാനേജർമാർ ശ്രദ്ധിക്കാതിരുന്ന സ്കൂളുകൾ മാനേജർമാർ തന്നെ ശ്രദ്ധിച്ച് കുട്ടികൾ വരണമെങ്കിൽ സ്കൂളുകൾ നന്നാകേണ്ടതുണ്ട് എന്ന്
നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായ എയ്ഡഡ് സ്കൂൾ മാനേജർമാരടക്കം ശ്രദ്ധിച്ചുകൊണ്ട് വലിയ മാറ്റം ഈ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം സ്കൂളുകൾ ആധുനികവൽക്കരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഹൈടെക് ആക്കി എന്ന് പറയുന്നത് നമ്മൾ ഉപകരണങ്ങൾ നൽകി എന്നത് മാത്രമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സമൂഹത്തിന് പറ്റിയ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ വിദ്യാലയങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ലൈസൻസ് ഉള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായി നമുക്ക് സ്വാതന്ത്ര്യത്തോടു ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ വ്യാപകമാക്കുവാൻ കഴിഞ്ഞു. അതിന് കൈറ്റ് വളരെ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു. ഇതെല്ലാം സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതും നമ്മുടെ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധ്യാപകരാണ്. ഒരു വലിയ അധ്യാപക സമൂഹം നമുക്കുണ്ട്. ഏതാണ്ട് 1,80,000 അടുത്ത് അധ്യാപകരുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഒരു 54-60% വനിതകളാണ്, സ്ത്രീകളാണ്. അപ്പം ഈ അധ്യാപകരെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പഴയ TTCയോ BEdോ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ പോലും സെറ്റുള്ളവർ, നെറ്റുള്ളവരും അതേപോലെ തന്നെ PhD ഇതൊക്കെ ഒരു അധ്യാപകരുണ്ട്. അപ്പം അതൊരു വലിയ ഘടകമല്ല. നമ്മുടെ അധ്യാപക സമ്പത്ത് ഈ പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ പൊതുവിദ്യാലയങ്ങളുടെ മികവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ മികവുകളാണ്. നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഊതി പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് അധ്യാപകർ എന്ന് പറയാറുണ്ടെങ്കിലും വ്യാപകമായി എടുത്താൽ ലോകത്തെ ഏത് രാജ്യങ്ങളോടും മത്സരിക്കുവാൻ കഴിയുന്ന അധ്യാപക സമൂഹം നമുക്കുണ്ട്. അത് എയ്ഡഡ് ഗവൺമെൻറ് വ്യത്യാസമില്ല. എല്ലാവരും ഇപ്പോൾ ഒരു പ്രത്യേകമായ പരീക്ഷ, കേട്ടറ്റ് പോലുള്ള പരീക്ഷകൾ പാസ്സായിട്ടാണ് അധ്യാപകരായി വന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. മുമ്പ് പല മാനേജർമാർ പോലും അധ്യാപന ശേഷി കൂടി വിലയിരുത്തിയിട്ടാണ് അധ്യാപകരെ നിശ്ചയിക്കുന്നത്. ഈ രംഗത്ത് വന്ന വലിയ മാറ്റമാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി വന്നവരാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളിൽ വ്യത്യസ്തമായ എല്ലാ ജീവിത മേഖലയിലും പെട്ടവർക്ക് പല ആനുകൂല്യങ്ങളുടെ ഭാഗമായി അധ്യാപകരാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പൊതുവിദ്യാലയങ്ങളിൽ വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ നിന്ന് മലയോര മേഖലകളിൽ നിന്നൊക്കെയുള്ള അധ്യാപകർ വരുന്നു. ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുവാൻ അവർക്ക് മറ്റുള്ളവരെക്കാൾ കഴിയുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ അടുത്ത കാലത്തുണ്ട് ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ്, ഈ കുട്ടികൾ ഭാഷ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കൾട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു സ്വകാര്യ വിദ്യാഭ്യാസ ലോബികൾ, അതായത് ഈ പ്രചാരണം മുഴുവനും പൊതുവിദ്യാലയങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്, പൊതുവിദ്യാലയങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടാണ്. അതായത് പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുപോലെ തന്നെ മലയാളം അറിയില്ല. എല്ലാ സർക്കാർ സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം എന്ന് പേര് മാറി ബോർഡ് വെച്ചു എന്ന് മാത്രമല്ല അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല എന്നുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ട്. മാത്രമല്ല ഈ DPPയുടെ വരവിന് ശേഷമാണ് നമ്മൾ ഈ ഭാഷ, അതായത് പഴയ കാലത്ത് അക്ഷരത്തിൽ നിന്ന് ആശയത്തിലേക്ക് എന്നുള്ള ഒരു തത്വമായിരുന്നല്ലോ നമ്മൾ സ്വീകരിച്ചിരുന്നത്. അത് മാറി ഇപ്പം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഭാഷാ പഠനത്തിൻ്റെ പ്രസക്തി എന്താണ് പൊതുവിദ്യാലയങ്ങളിൽ? നമ്മുടെ പരമ്പരാഗതമായ ഭാഷാ പഠനത്തെ മാറിയ പാഠ്യപദ്ധതി അത് മാറ്റി എഴുതാൻ ശ്രമിച്ചു. നമ്മൾ കുട്ടികൾ ഒരു നിശ്ചിത പാഠം നൽകുന്നു. ആ പാഠത്തിലെ വാക്കുകൾ, അക്ഷരങ്ങൾ അതൊക്കെ തന്നെ കുട്ടികൾ പഠിക്കുന്നു. അത് ചോദ്യോത്തരം എഴുതുന്ന രീതി കഴിഞ്ഞ 25 കൊല്ലമായി കേരളത്തിലില്ല. അപ്പോൾ പറയുന്നത് ഈ മാറിയ പാഠ്യപദ്ധതി ക്ലാസ് മുറികളിൽ അക്ഷരം എഴുതാൻ അറിയാത്തവരെ സൃഷ്ടിച്ചു എന്ന ആരോപണമാണുള്ളത്. വസ്തുതാപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങനെയല്ല എന്നുള്ളതിന് പഠനമുണ്ട്. കേരളത്തിൽ അങ്ങനെ സ്കൂളുകളിലെ നിരക്ഷരതയെക്കുറിച്ച് ആദ്യം പഠനം നടത്തിയത് ശാസ്ത്ര സാഹിത്യ വിഷയത്താണ്. അന്ന് സ്കൂളുകളിലെ നിരക്ഷരത, അക്ഷരം അറിയാത്ത കുട്ടികളുടെ ശതമാനം 27%. പക്ഷെ പിന്നീട് കാസർഗോഡായിട്ട് പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം നടത്തിയ പഠനത്തിൽ അത് 10% കുട്ടികളാണ്. ക്ലാസ് മുറിയിൽ പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുണ്ട്. എഴുത്തും വായനയും എല്ലാ കുട്ടികളുടെയും ഒപ്പം എത്താത്ത കുട്ടികളുണ്ട്. പക്ഷേ മുമ്പ് ക്ലാസ് മുറിയിൽ ഇവരെ പരിഗണിച്ചിരുന്നു. ഒരു കേട്ടെഴുത്തിട്ട് ആ കേട്ടെഴുത്തിട്ട വാക്ക് ആവർത്തിച്ചെഴുതിയതിനപ്പുറത്ത് ഈ കുട്ടികൾക്ക് എന്ത് പരിഗണനയാണ് നൽകിയിരുന്നത്? എന്നാൽ ഇന്ന് അതാണോ? ഇന്നൊരു കുട്ടികൾക്ക്, ഇത് മാത്രമല്ല ഇൻഡിവിജ്വലായി മുമ്പ് നമ്മൾ പറഞ്ഞ അധ്യാപകരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയെ എനിക്ക് തോന്നുന്നത് കുട്ടികളെ വ്യക്തിഗതമായി ശ്രദ്ധിക്കുന്നതിൽ അധ്യാപകർ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ അധ്യാപകർ. അപ്പോൾ തൻ്റെ മുന്നിരിക്കുന്ന എല്ലാ കുട്ടിയും മിടുക്കരാകണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകർ അപ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന പിഴവ് പോലും പിഴവായി കണ്ടെത്തി അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ എത്രയോ കുട്ടികൾ എഴുത്തും വായനയും അറിയാതെ ക്ലാസ് പഠനം പൂർത്തിയാക്കി പോന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മലയാളം എഴുതുന്നതിനെക്കുറിച്ച് പോരായ്മ പറയുമ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ മാധ്യമം മലയാളം കുറഞ്ഞു വരികയും മറ്റെല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിലെ ഭാഷാ പഠന ക്ലാസ് മുറികൾ വലിയൊരു സർഗപരമായൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. എഴുത്തുകാരായ എത്രയോ കുട്ടികളുണ്ട്.
കുട്ടികളുടെ രചനകൾ കോവിഡ് കാലത്ത് നമുക്ക് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ അവാർഡ് കിട്ടി. കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾ എഴുതിയ രചനകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചതിനാണ് 3-4 വോളിയങ്ങൾ. വോളിയങ്ങളായി പ്രസിദ്ധീകരിച്ചു. അങ്ങനെ പ്രസിദ്ധീകരിച്ചതിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. കുട്ടികളുടെ സർഗാത്മക രചനകൾ അധ്യാപകരുടെ രചനകളെക്കാൾ ശ്രദ്ധേയമായ രീതിയിൽ കുട്ടികൾ എഴുതുന്നുണ്ട്. അത് 1-ാം ക്ലാസ്സിലെ ഡയറി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പലപ്പോഴും ഡയറി പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന കൗതുകപൂർവ്വമുള്ള ഡയറികൾ, ആ ഡയറിയിലടക്കം അങ്ങനെ എഴുതുവാൻ കുട്ടികൾ തയ്യാറാകുന്നു. മുമ്പ് നിയതമായ വാക്കുകൾ, വരികളൊക്കെ എഴുതേണ്ട സ്ഥാനത്തേക്ക് മനസ്സിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ കുട്ടികൾക്ക് ഭാഷാ പഠനം അവസരമൊരുക്കി. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ പോലും എഴുതാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം പോരായ്മകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. ആ പോരായ്മകൾ നിലനിൽക്കുകയാണോ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണോ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഈ 10-ാം ക്ലാസ്സിലെ കാര്യം ഒക്കെ പറയുന്നത് നമ്മൾ വ്യാപകമായി ഇങ്ങനെ പറയും. A+ കിട്ടിയ കുട്ടിക്ക് ഒരു അക്ഷരം എഴുതാൻ അറിയില്ല, പേരെഴുതാൻ അറിയില്ല എന്ന് പറയും. എവിടെയാണ്? നമ്മളൊരു ഉദാഹരണം പറയുന്നത്, ഇതിങ്ങനെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവിദ്യാലയങ്ങൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ്. മറിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ എഴുത്തിൻ്റെ വഴിയിൽ, സർഗാത്മകതയുടെ വഴിയിൽ മുന്നോട്ട് പോയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ക്ലാസ് മുറികളിലുണ്ട്. മാത്രമല്ല കുട്ടികളുടെ പറച്ചിലിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു സ്കൂളിലേക്ക് നോക്കും. നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ മുമ്പ് കുട്ടികളോട് വർത്തമാനം പറഞ്ഞാൽ എത്ര പേർ വന്ന് ഒരു മൈക്കിന് മുമ്പിൽ നിൽക്കുമായിരുന്നു. നമുക്ക് അഭിമാനപൂർവ്വം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പറയാം, വ്യത്യസ്ത ഭാഷകളിൽ, അത് ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും മലയാളമായാലും അറബി ആയാലും ഉറുദു ആയാലും പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് മുറികൾ, മുമ്പത്തെ ക്ലാസ് മുറിയിലെ എഴുത്തിലെ തെറ്റ്, ആ തെറ്റ് തിരുത്തൽ എന്നതിനപ്പുറത്തേക്ക് വൈവിധ്യമാർന്ന രീതിയിൽ എങ്ങനെയാണോ കുട്ടിക്ക് ജീവിതത്തിൽ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത്, ആ തലത്തിൽ കുട്ടിയെ വളർത്തിയെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് പരിഹരിക്കേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അത് മൊത്തം പൊതുവിദ്യാഭ്യാസത്തിന് ഇതാണ് മോശമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. നന്നായി അധ്വാനിക്കുന്ന ക്ലാസ് മുറികളിൽ മികച്ച ഫലം കേരളത്തിലെ പ്രത്യേകിച്ച് പാഠ്യപദ്ധതി മാറി 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയൊക്കെ പാഠ്യപദ്ധതി മാറിയതിനു ശേഷം എഴുത്തിൻ്റെ കാര്യത്തിൽ, വായനയുടെ കാര്യത്തിൽ വലിയ മാറ്റം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ പോരായ്മകൾ നിലനിൽക്കുന്ന വിദ്യാലയങ്ങളുണ്ടെങ്കിൽ അവരിപ്പോൾ പഠന പിന്തുണാ പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഭാഷാപരമായ ഈ വിമർശനം അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും സ്വാഭാവികമായി ഉണ്ടാവും. കാരണം നമ്മൾ പഴയ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഡിസ്ലെക്സിയ എന്നുള്ള അതായത് പഠന വൈകല്യം. ഇപ്പോൾ അത് നമ്മളങ്ങനെ അഭിസംബോധന ചെയ്യുന്നില്ല. പഴയ എല്ലാ കാലത്തും ഭാഷ പഠിക്കുന്നതിൽ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ കുട്ടി സയൻസും ഗണിതവും ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇപ്പം ശരിക്കും എഴുതാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സ്വാഭാവികമായും സാറ് പറഞ്ഞതുപോലെ സ്കൂളുകളിൽ നോക്കിയാൽ ചിലപ്പോൾ അത്തരം കുട്ടികളുണ്ടാവും. അത് എല്ലാതരം സ്കൂളുകളിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് പൊതുവിദ്യാലയങ്ങളിൽ SSKയുടെ നേതൃത്വത്തിൽ ഒരുപാട് ഭാഷാപരമായ പഠന പിന്തുണ ഇടപെടൽ നടക്കുന്നില്ല. ഹൈ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട്, അതേക്കുറിച്ച് സാറൊന്നും. തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ഇടപെടലുകൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നു. ഒന്ന്, ഈ അക്ഷരം അറിയാതെ ഉറയ്ക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മലയാള തിളക്കം എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തി. ആ മലയാള തിളക്കവും അതിൻ്റെ തുടർച്ചയുള്ള പഠന പിന്തുണാ പരിപാടികൾ നടപ്പിലാക്കി. നമ്മൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടി ഒരു പക്ഷേ മലയാളം എഴുതുന്നതിൽ പിന്നോക്കമായിരിക്കും. അത് അവന് പിന്തുണ ആവശ്യമുണ്ട്. അവന് പിന്നോക്കം നമുക്കുള്ള വാക്കിനേക്കാൾ നല്ലത് അവന് മലയാളത്തിൽ മുന്നേറുവാൻ കുറച്ച് പിന്തുണ ആവശ്യമുണ്ട്. ആ കുട്ടികൾക്ക് ആ പിന്തുണ ഒരുക്കുവാൻ വിദ്യാലയങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്, ആ പിന്തുണ ഒരുക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഈ പഠന വൈകല്യങ്ങൾ, അതിനെയും നമ്മുടെയൊക്കെ ക്ലാസ് മുറികളിൽ ഇങ്ങനെ പഠന വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടോ എന്ന് ആർക്കറിയാമായിരുന്നു? പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ നമ്മുടെ ക്ലാസ് മുറികൾ പരിഗണിച്ചു? കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായി, കഴിഞ്ഞ ഒരു ദശകമായി കൂടുതൽ ശ്രദ്ധയും വന്നു. അതിൽ സമഗ്ര ശിക്ഷ അടക്കമുള്ള പ്രത്യേകമായ പരിപാടി നടത്തി. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വ്യത്യസ്തമായ ഭാഷകളെ സർഗാത്മകമായി ഉപയോഗിക്കുവാനും അവരുടെ ഭാഷാശേഷി വികസിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദിയുടെ കാര്യത്തിൽ സുരലി ഹിന്ദി പോലെയുള്ള പ്രവർത്തനങ്ങൾ, ഹലോ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ മലയാള തിളക്കം, വായനാ ചങ്ങാത്തം പോലുള്ള പരിപാടികൾ, വായന പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഏറ്റവും ഈ പറയുന്ന കാര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത് കുട്ടികൾ വായിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഇതൊക്കെ ഈ പാഠ്യപദ്ധതി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെയും ഭാഷാ പഠനം മെച്ചപ്പെടുത്തുവാൻ ആവശ്യമായുള്ള നിരന്തരം പ്രവർത്തനങ്ങൾ വരുന്നു. അത് അതേപടി തുടരുകയല്ല ചിലപ്പോൾ ചെയ്യുന്നത്. ഈ പാഠ്യപദ്ധതി വന്നപ്പോൾ മലയാള തിളക്കത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി. ചിലപ്പോൾ ഈ പാഠ്യപദ്ധതി നമ്മൾ നടത്തിക്കൊണ്ടു പോകുമ്പോഴായിരിക്കാം മറ്റെവിടെയെങ്കിലും ചില പിന്തുണ ആവശ്യമായി വരുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രത്യേക പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടി വരും. അതൊന്നും ഒരു പോരായ്മയല്ല. കൂടുതൽ മികവിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പൊതുവിദ്യാലയങ്ങളുടെ പ്രധാനപ്പെട്ട മികവ്, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ വരാൻ പറ്റാത്ത
ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ കൊഴിഞ്ഞുപോക്ക് 12%ഒക്കെയാണ്. പക്ഷേ കേരളത്തിൽ അത് 0.04%. ഇപ്പം പുതിയൊരു കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് 0 തന്നെ ആയിരിക്കും, സമ്പൂർണ്ണമായ 0 ആയിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഗോത്ര വിഭാഗം കുട്ടികളിൽ പലരും സ്കൂളുകളിൽ അത് അവരുടേതായ ജീവിത സവിശേഷത കൊണ്ടാണ് അവർ പലപ്പോഴും സ്കൂളിൽ വരാത്തത്. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളെ പഴയ കാലത്ത് അവരെ മറ്റ് സ്പെഷ്യൽ സ്കൂളുകളിലേക്കായിരുന്നു അയച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പം ഭിന്നശേഷി കുട്ടികളെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരദേശത്തുള്ള കുട്ടികൾ, ഇങ്ങനെ വിവിധ മേഖലകളുള്ള നമ്മൾ വേണമെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട കുട്ടികൾ എന്ന് പറയാം. അത്തരം എല്ലാ കുട്ടികളെയും നമ്മൾ പൊതുവിദ്യാലയങ്ങൾ ഉൾക്കൊള്ളാണ്. ഇപ്പോൾ ആദിവാസി മേഖലയിലെ ഗോത്ര മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഇടപെടൽ SSKയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതും കൂടെ നമ്മുടെ ഒരു മികവിൻ്റെ ഭാഗമല്ലേ? കാരണം ഈ ഒരു വിദ്യാഭ്യാസം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് നിർബന്ധിതവും സൗജന്യവും ആയ ഗുണമേന്മ വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മുടെ ഭരണഘടന വരെ അനുശാസിക്കുന്നത്. പക്ഷേ ഇതൊന്നും കിട്ടാതെ പോകുന്ന ഒരു വളരെ ന്യൂനപക്ഷമായ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ കുട്ടികളും കൂടെ നമ്മുടെ സ്കൂളുകളിലേക്ക് ആകർഷിക്കുക. കിടപ്പ് രോഗികളായ കുട്ടികളെ നമ്മൾ അധ്യാപകർ വീട്ടിൽ പോയി കണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു. അപ്പോൾ ഇതും കൂടെ നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നമ്മളതിനെ അംഗീകരിക്കേണ്ട മാതൃകാപരമായ പ്രവർത്തനങ്ങളല്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോഴാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മാറിയതിൻ്റെ ഏറ്റവും വലിയ കഥ പറയുന്നത്. നമുക്കറിയാം, വൈകല്യങ്ങൾ പല തോതിലാണ് അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ചെറിയ കേൾവിക്കുറവായിരിക്കാം, ചിലപ്പോൾ പൂർണ്ണമായി കേൾവിയില്ലാത്ത കുഞ്ഞുങ്ങൾ കാണും. പൂർണ്ണമായി കേൾവിയില്ലാത്ത കുഞ്ഞിന് ചിലപ്പോൾ പ്രത്യേകമായ സ്കൂളുകൾ ആവശ്യമായി. പക്ഷേ ഭാഗികമായി കേൾവിയുള്ള കുട്ടിക്ക് പൊതുവിദ്യാലയത്തിൽ വന്നാൽ ബാക്കിയുള്ള കുട്ടികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവന് തീർച്ചയായിട്ടും വലിയ പുരോഗതിയുണ്ട്. ഇത്ര ഒട്ടേറെ അനുഭവങ്ങൾ ഈ രക്ഷകർത്താക്കൾക്ക് തന്നെ, നമ്മളെ കേൾക്കുന്ന നൂറുകണക്കിന് രക്ഷകർത്താക്കൾക്ക് ഈ അനുഭവം പറയാനുണ്ട്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ തലത്തിലും പെട്ട കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പൊതുവിദ്യാലയങ്ങൾ. ഏതെങ്കിലും വരേണ്യവർഗത്തിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയമല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ ജീവിതമാണ് പഠിക്കുന്നത്. തൻ്റെ കൂടെ ഒരു വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ, തൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ക്ലാസ് മുറികൾ പറഞ്ഞു കൊടുക്കുക. നമുക്കൊക്കെ അറിയാം, ക്ലാസ് മുറിയിൽ കാണുന്നത് ഈ അധ്യാപകരുടെ മിടുക്കൊണ്ടല്ല പലപ്പോഴും ഭിന്നശേഷിയുള്ള കുട്ടികൾ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പല സ്കൂളുകളിലും നമുക്കിപ്പോൾ പല റീൽസിലൊക്കെ കാണാം, ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക, ഇത് പഠിപ്പിക്കുന്നൊരു, നമ്മൾ പറയുമല്ലോ, നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചില ഈ അനുഭവങ്ങൾ, കുട്ടികൾക്ക് മൂല്യങ്ങൾ പഠിക്കേണ്ടത്. ഈ മൂല്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കുട്ടികൾ പഠിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങൾ ഇവരെ ചേർത്ത് പിടിക്കുവാൻ, പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്. അവരെ സ്ഥിരപ്പെടുത്തുവാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അവരൊക്കെ സ്ഥിരപ്പെടേണ്ട അധ്യാപകരുമാണ്. ആ കുട്ടികളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് എയ്ഡഡ് സ്കൂളിലടക്കം ഈ അധ്യാപകരുടെ പിന്തുണയുണ്ട്. ഈ കുട്ടികളെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണെങ്കിൽ അവിടെ ചെന്ന് അവർക്ക് പരിശീലനം നൽകും, പരീക്ഷ എഴുതാൻ അവർക്ക് സൗകര്യം കൊടുക്കും. ഇത് ഒരുപക്ഷെ അത്തരം ഒരു കുഞ്ഞില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. മനസ്സിലാകുന്നവരുമുണ്ട്, ഇല്ലെന്ന് പറയുകയല്ല. പക്ഷേ അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, വീടിന് പുറത്തിറക്കാൻ കഴിയുമായിരുന്നു. വീടിനകത്ത് തന്നെ. ഇപ്പൊ ഹോം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ക്ലാസ് മുറികൾ ഒന്നാകെ ഈ കുട്ടികളെ കാണാൻ പോകും. ഈ കുട്ടിക്ക് ചുറ്റി വരുന്നതുകൊണ്ട് വർത്തമാനം പറയും. ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ വീട്ടിലെത്തുന്ന കുട്ടിക്ക് നാം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. ഇത് നമ്മൾ ലോകത്തെ ഉയർത്തിപ്പിടിക്കേണ്ട വലിയ മാനവികത അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ പ്രദാനം ചെയ്തു. നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ജീവിയാണെന്ന് കരുതുന്നവരല്ലോ. മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഈ വൈവിധ്യം, ഈ പ്രത്യേകിച്ച് ഈ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾ വെച്ചാൽ ഈ മേഖല, ഈ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ മാത്രമല്ല, നമ്മുടെ സാമൂഹികമായി ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്. സാർ ഇവിടെ സൂചിപ്പിച്ചു, മലയോര മേഖലയിലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തീരദേശ മേഖലയിലെ കുട്ടികളുണ്ട്. എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ കുട്ടിയുടെ ഭാഷ എത്ര പേർക്ക് അറിയാം? ഇവരുടെ ഭാഷ അറിയാവുന്ന ടീച്ചർ ക്ലാസ് മുറിയിൽ വേണമെന്ന് നമുക്ക് എന്നാണ് തോന്നി തുടങ്ങിയത്? അവരുടെ ഭാഷ എത്ര ടീച്ചർമാർ? അത് കേരളത്തിൽ ഈ പാഠ്യപദ്ധതി മാറിയതിന് ശേഷമാണ്. അത് പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് ഈ മാറ്റം. ഇന്നും ഇത്തരം പറയുന്ന നമ്മൾ മറ്റു വിദ്യാലയങ്ങളിൽ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഈ കുട്ടികളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കുവാൻ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് ബഹുഭൂരിപക്ഷത്തിനും കഴിയുന്നുണ്ട്. അത് ആ സമൂഹത്തിൽ അവർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ഒട്ടേറെ അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ സാധാരണ പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് ഒരു പറയുന്ന ക്ലീശ വാക്കുണ്ട്, പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന്.
അതല്ല യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയങ്ങൾ. പാവപ്പെട്ട കുട്ടികളുണ്ട്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത്. പാവപ്പെട്ട കുട്ടികൾ മാത്രമല്ല, ഉന്നത ശ്രേണിയിൽ എന്ന് നമ്മൾ പറയുന്ന ഈ വിദ്യാഭ്യാസ രംഗത്താവട്ടെ, പൊതുരംഗത്താവട്ടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കുട്ടികൾ പോലും അവർ സ്വന്തം മക്കളെ ആവേശത്തോടു കൂടി ഈ കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കും. അതുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്നുള്ള ആ ഒരു ക്ലീശ നമ്മൾ, എനിക്ക് തോന്നുന്നത്, മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ പറയാനുള്ളത് സാർ, ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് കുറേ കാലമായിട്ട് ഉയർന്നു വരുന്ന ഒന്ന് നമ്മുടെ പരീക്ഷാ രീതിയെക്കുറിച്ചാണ്. അതായത് നമ്മൾ സാധാരണ നിരന്തര മൂല്യനിർണ്ണയം എന്ന ഒരു സംവിധാനമാണല്ലോ നമുക്കുള്ളത്. ഇപ്പോഴും നമ്മൾ പരീക്ഷയുടെ ഭാഗമായി 20 മാർക്കോളം ഇപ്പോഴും മൂല്യനിർണ്ണയത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം അത് അത്തരം പരീക്ഷാ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് ശേഷമുള്ള പല എൻട്രൻസ് എക്സാം പോലുള്ള ഈ മറ്റു പ്രധാനപ്പെട്ട പരീക്ഷകൾ നമ്മളെ കുട്ടികൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു വിമർശനം ഞാൻ നേരത്തെ ഭാഷാ പഠനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചില കോണുകൾ ഉയർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും ഒരു ഈ പൊതുവിദ്യാലയങ്ങൾക്ക് നേരെയുള്ള ഒരു വെടിവെപ്പാണെന്നൊരു ഒരു സംശയമുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏതെല്ലാം രീതിയിൽ ഇകഴ്ത്താം അതിന് രക്ഷിതാക്കളെ, കാരണം ഓരോ രക്ഷിതാക്കളും ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന അവരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയും അവരുടെ ഭാവി വളരെ സുന്ദരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് പറയാണ്, ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ ഈ സ്കൂളുകൾ പിറകിലാണ്. പിന്നീട് അവരോട് പറയുന്നത് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയില്ല, അവിടുത്തെ പരീക്ഷയൊക്കെ എന്തോ തോന്നിയ മാതിരിയൊക്കെ നടത്തുന്ന, പേരിന് നടത്തുന്ന കുറേ പരീക്ഷാ രീതികളാണ്, നിങ്ങൾക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യില്ല എന്ന്. അതിൽ വല്ല വസ്തുത ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ടെന്ന് വെച്ചാൽ സാമൂഹ്യമായും സാമ്പത്തികമായും കൂടുതൽ പിന്തുണ ആവശ്യമുള്ളവരുടെ മക്കൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. അത് അങ്ങനെയുള്ളവരുടെ, അത് ഒരുപക്ഷെ വിദ്യാലയങ്ങൾ ഒരു കാലത്ത്, ആദ്യകാലത്ത് പ്രവേശനം കിട്ടിയപ്പോൾ വരേണ്യവർഗം ഞങ്ങൾക്ക് മാത്രമാണ് വിദ്യാലയങ്ങളെന്ന് ആഗ്രഹിച്ചവരുണ്ട്. അത് ഒരു 1980കളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ മറ്റു പണത്തിൻ്റെ സ്വാധീനം വന്നപ്പോൾ സാധാരണക്കാരുടെ കൂടെ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് ചിലർ തീരുമാനിക്കുകയും അവർ ചില വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും അതൊക്കെയാണ് ശരിയെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരുടേതാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാലയങ്ങളാണ്, മനുഷ്യരുടെ വിദ്യാലയമാണ്, പാവപ്പെട്ടവരെ എന്നല്ല, മനുഷ്യ കുഞ്ഞുങ്ങളെ ആണ് ഈ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ എല്ലാ തലത്തിലും പെട്ട ആളുകൾ ഉണ്ട്. അതാണ് ഈ ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഒരു പട്ടണ പ്രദേശത്ത് ആ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് പഠിക്കുമ്പോഴാണ് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. നമ്മൾ അയൽപക്ക വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇതിനാണ്. അപ്പുറത്തിരിക്കുന്നവനും ഇപ്പുറത്തിരിക്കുന്നവനും വണ്ടിയിൽ കയറി 2 ദേശത്തേക്ക് പോകാതെ ഒരു പള്ളിക്കൂടത്തിൽ വന്നിരിക്കുകയും ഒരു കൂക്കുവിളിയിൽ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന, നാടിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവർക്കും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനാണ് പള്ളിക്കൂടങ്ങൾ വേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ പള്ളിക്കൂടങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളുടെ പള്ളിക്കൂടം, മനുഷ്യരുടെ പള്ളിക്കൂടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ്, എന്തിനാണ് ഈ പള്ളിക്കൂടങ്ങളിലെ പരീക്ഷ എന്നുള്ളത്? പരീക്ഷ എൻട്രൻസിന് വേണ്ടിയാണോ? എത്ര കുട്ടികൾ എൻട്രൻസ് എഴുതുന്നുണ്ട്? എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കൂ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി കേരളത്തിലെ കൈറ്റ് പരിശീലനം നൽകുന്നുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം കൊടുക്കുകയാണ്. എങ്ങനെയാണ് എൻട്രൻസ്? തീർച്ചയായും അത്തരം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആ പരിശീലനം കൊടുക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുപോവുകയും വേണം. മറിച്ച് മൂല്യനിർണ്ണയം അഥവാ വിലയിരുത്തൽ എന്തിനു വേണ്ടിയാണ്? ഇത് രക്ഷകർത്താവിന് വേണ്ടിയല്ല, മറിച്ച് ഇത് കുട്ടിക്ക് വേണ്ടിയാണ്. കുട്ടി കഴിഞ്ഞ കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു, അതിൽ എത്രമാത്രം അവന് നേടാൻ കഴിഞ്ഞു, നേടാൻ കഴിയാത്തത് എന്ത്, അത് നേടുവാൻ അവൻ എന്ത് പിന്തുണയാണ് കൊടുക്കേണ്ടത്? അങ്ങനെ നടത്തുന്ന ഒരു പരീക്ഷ നാളുകളിൽ ഇത്തരം ഒരു പരീക്ഷ എഴുതുമ്പോൾ അവന് സഹായകമാകുന്നുണ്ടോ? പല പരീക്ഷയും കുട്ടി എഴുതേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ USSൻ്റെയും LSSൻ്റെയും പരീക്ഷ പരിഷ്കരിച്ചു. ആദ്യമൊക്കെ സമൂഹം സ്വീകരിച്ചില്ല. പക്ഷേ സമൂഹം തന്നെ മറ്റ് പരീക്ഷകളുടെ മാതൃകകൾ നോക്കിയപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതേണ്ട ലോകോത്തര മാതൃകയിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിലേക്കാണ് മാറിയത് എന്ന് അവർ മനസ്സിലാക്കുകയും വളരെ വേഗത്തിൽ ഈ പരീക്ഷാ മാറ്റത്തെ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതി ഒരു പ്രത്യേകമായ കോച്ചിങ് കൊടുത്ത് റിസൾട്ട് നേടി വിജയിക്കുന്ന കുട്ടികളെ അല്ല വിദ്യാലയങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഈ പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നേടുവാൻ ആവശ്യമായ പിന്തുണയാണ് വിദ്യാലയങ്ങൾ നൽകുന്നത്. ഈ കുട്ടികളിൽ എൻട്രൻസ് എഴുതാവുന്ന കുട്ടികൾ എൻട്രൻസ് എഴുതട്ടെ, തൊഴിൽ പരിശീലനത്തിന് പോകേണ്ട കുഞ്ഞുങ്ങൾ തൊഴിൽ പരിശീലനത്തിന് പോകട്ടെ. അവരുടെ ആ കുട്ടിയുടെ ടാലൻ്റ് അനുസരിച്ച് കുട്ടിക്ക് പോകുവാനുള്ള അവസരമാണ് വിദ്യാലയങ്ങൾ ഒരുക്കേണ്ടത്. പരീക്ഷയും അങ്ങനെയാകണം. അണ്ണാൻകുഞ്ഞിനോട് നമ്മൾ പറയാറില്ല, അണ്ണാൻകുഞ്ഞിന് നമ്മൾ കൊടുക്കേണ്ടത് പരീക്ഷ ഏതാണെന്നുള്ളത് പറക്കാനുള്ള പരീക്ഷയല്ല അണ്ണാൻകുഞ്ഞിന് കൊടുക്കുന്നതെന്ന് പറയുന്ന ലളിതമായ വാക്യമാണ്. അപ്പോൾ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടിക്ക് ഒരു പൊതുപരീക്ഷ നടത്തുകയും അവൻ്റെ പോരായ്മകളും മികവുകളും തിരിച്ചറിഞ്ഞ് നാളെ അവൻ എന്ത് പിന്തുണയാണ് കൊടുക്കേണ്ടത് ആ പിന്തുണ കൊടുത്തുകൊണ്ട്, ചിലപ്പോൾ അവന് ഗണിതത്തിൽ പിന്നോക്കാവസ്ഥയുണ്ട് അല്ലെങ്കിൽ പിന്തുണ ആവശ്യമുണ്ട്, അവൻ 100 മാർക്കിലേക്ക് എത്താൻ കഴിയുകയില്ലെങ്കിൽ അവൻ എത്താൻ കഴിയുന്ന ഒരു ലെവലുണ്ട്, അവിടെ എത്തിക്കുക എന്നുള്ളതാണ് പരീക്ഷയുടെ ലക്ഷ്യം. അപ്പോൾ അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സമൂഹവും രക്ഷകർത്താവും പങ്കുവെക്കേണ്ടതുണ്ട്. സ്വന്തം
കുട്ടിയുടെയും പോരായ്മ തിരിച്ചറിഞ്ഞ് അവനെ പിന്തുണയ്ക്കുവാൻ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പിന്തുണ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരീക്ഷകൾ ദുർബലപ്പെടുകയല്ല ചെയ്തത്, പരീക്ഷകൾ കൂടുതൽ ശാസ്ത്രീയമാവുകയാണ് ചെയ്തത്. അത് കുട്ടികളുടെ വ്യക്തിത്വപരമായ വളർച്ചയ്ക്കും അവരുടെ വൈജ്ഞാനികമായ വളർച്ചയ്ക്കും സഹായകമായ രീതിയിലാണ് കേരളത്തിലെ പരീക്ഷാ സമ്പ്രദായം മുന്നോട്ട് പോകുന്നത്. അത് പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ സമ്പ്രദായത്തെ സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം. കുറച്ചുകൂടി ചില ചോദ്യങ്ങൾ കുറച്ചുകൂടി നിലവാരം ഉണ്ടാകണം. ചോദ്യത്തിന് നിലവാരം ഉയർത്തിയാൽ ഇതേ വിമർശനം ഉണ്ടാകും. ചോദ്യത്തിന് അല്പമെങ്കിലും ഒരു മാറ്റം വന്നാൽ സമൂഹം പെട്ടെന്ന് ഇങ്ങനെയാണോ പരീക്ഷ എന്ന് ചോദിക്കും. അപ്പോൾ ഈ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത് തന്നെ ലോകത്തെന്ത് മാറ്റം വരുന്നു ആ മാറ്റത്തിനനുസൃതമായി നമ്മുടെ പരീക്ഷകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം പൊതുവിദ്യാലയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കണ്ടുകൊണ്ടുള്ള മാറ്റമാണ്. അത് ഗുണപരമായ വളർച്ച ഉണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മുടെ ലിംഗസൗഹൃദ വിദ്യാഭ്യാസം. അതായത് നമ്മുടെ സ്കൂളുകളിൽ ആൺ പെൺ അല്ലെങ്കിൽ മറ്റു വിഭാഗം വേർതിരിവില്ലാത്ത പഠിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ളത് പെൺകുട്ടികളാണ്. എൻറോൾമെൻറ്റ് ഭയങ്കര കുറവാണ് പെൺകുട്ടികളുടെ ഇടയിൽ. പക്ഷേ കേരളത്തിലെ എൻറോൾമെൻറ്റ് പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു 0 ആണ്. പെൺകുട്ടികൾ കൊഴിഞ്ഞു പോക്കും. അതുപോലെ മുഴുവൻ പെൺകുട്ടികളും സ്കൂളുകൾക്ക് വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ നമ്മുടെ അധ്യാപകർക്കിടയിൽ ഈ ഒരു ലിംഗ സൗഹൃദ വിദ്യാഭ്യാസ അന്തരീക്ഷം നമ്മുടെ സ്കൂളുകളിലുണ്ടോ, നമ്മുടെ അധ്യാപകർക്കുണ്ടോ? അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയായിരിക്കും ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നൽകി സാർ അഭിസംബോധന ചെയ്യുക? ആ വിമർശനത്തിന് ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം നമ്മുടെ കുട്ടികൾ, ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ സൗഹൃദങ്ങളൊക്കെ ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ സൗഹൃദങ്ങൾ ആസ്വദിക്കുന്ന കുട്ടികളാണ്. അവർ ഈ പറയുന്ന വേർതിരിവൊന്നുമില്ലാതെ നമ്മുടെ പഴയ തലമുറയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ അവർ ശരിയല്ല എന്ന് പറയുന്ന കാര്യം, അവൻ നല്ല സൗഹൃദത്തിലാണ്. ആ നല്ല സൗഹൃദമാണ് എക്കാലവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. അതിന് ആവശ്യമായ വിദ്യാഭ്യാസം നമ്മുടെ പാഠപുസ്തകം നൽകുന്നുണ്ട്. അതാണ് നമ്മൾ ലിംഗസമത്വത്തിൽ ഊന്നിയ ഒരു പാഠപുസ്തകം നമ്മൾ വിഭാവനം ചെയ്തിരുന്നു. നമ്മൾ അതിന് ഉള്ളടക്കം തന്നെ അങ്ങനെ മാറ്റിയിരുന്നു. പാഠങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വരുത്തിയിരുന്നു. ഭരണഘടനാപരമായി അങ്ങനെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ ലക്ഷ്യങ്ങൾക്ക് അനുഗുണമായ രീതിയിലാണ് പാഠപുസ്തകങ്ങൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും, അതിനെ പർവ്വതീകരിക്കുക അല്ലാതെ എന്താണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ച് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഇന്ന് സ്കൂളുകളിൽ സജീവം പെൺകുട്ടികളാണ്. മുമ്പൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ഒരു വർത്തമാനം പറയാൻ നമ്മൾ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എണീറ്റ് വരുന്ന 1-2 ആൺകുട്ടികൾ കാണും. ഇന്ന് ചിലപ്പോൾ ആൺകുട്ടികളെക്കാളിൽ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ സ്കൂളുകൾ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. നമ്മളിപ്പം ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിൽ കൂടുതലും പെൺകുട്ടികളാണ്. അവരാണ് സ്കൂളുകളെ നയിക്കുന്നത്. അവർ തന്നെയാണ് സ്കൂളുകളെ നയിക്കേണ്ടത്. അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. വേറൊന്ന്, കുട്ടികളുടെ വിദ്യാഭ്യാസം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ മാർക്ക് ഇടുന്നുണ്ട്. പക്ഷേ അധ്യാപകർക്ക് ആര് മാർക്ക് ഇടും എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. കാരണം അധ്യാപകർ നിരന്തരം നമ്മളെല്ലാ അധ്യയന വർഷവും തീർന്ന് അവധിക്കാലത്ത് നമ്മൾ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്, CRT ഒക്കെ. പക്ഷെ അത് മതിയോ? അധ്യാപകർക്ക് ആരും മാർക്ക് ഇടും എന്നുള്ളൊരു പ്രശ്നം കൂടെ അല്ല. അധ്യാപകരും കൂടെ നിരന്തരമായ ഒരു പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതല്ലേ? എങ്ങനെയാണ് അധ്യാപകരുടെ പരീക്ഷ എന്നുള്ളത്, ആരാണ് അധ്യാപകരെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, അധ്യാപകർക്ക് ഇൻസ്പെക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ടീച്ചർ സ്വയമാണ് വിലയിരുത്തേണ്ടത്. ആ സ്വയം വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ അധ്യാപനം നിശ്ചയിക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തൻ്റെ ക്ലാസ് മുറിയിൽ വരുന്ന 1-ാം ക്ലാസ്സിലെ ടീച്ചർ എൻ്റെ ക്ലാസ് മുറി വിട്ടുപോകുന്ന എല്ലാ കുട്ടികൾക്കും 2-ാം ക്ലാസ്സിലെത്തുമ്പോൾ എഴുത്തും വായനയും അറിയുമോ? ടീച്ചർ ചോദിക്കണം. 4-ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇംഗ്ലീഷ് വായിക്കാനും പറയാനും എഴുതാനും ഒക്കെ കഴിയുന്നുണ്ടോ? അത് ടീച്ചർ ആ ക്ലാസ്സിലെ ശേഷികൾക്കനുസരിച്ച് എല്ലാ കുട്ടികളെയും കടത്തിവിടാൻ കഴിയുന്നില്ല എന്ന് ടീച്ചർക്ക് തോന്നുമ്പോൾ ടീച്ചർ അതിന്മേൽ ചില പ്രവർത്തനങ്ങൾ അങ്ങനെ ഏറ്റെടുക്കുന്ന എത്രയോ അധ്യാപകർ, എത്രയോ നൂതനമായ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ മുമ്പ് സൂചിപ്പിച്ച മലയാളത്തിലടക്കം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ക്ലാസ് മുറി രൂപപ്പെട്ടതാണ്. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ സംയുക്ത ഡയറി ടീച്ചറും രക്ഷകർത്താവും, കുട്ടികൾ എഴുതുന്നില്ല. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, കുട്ടി എഴുതട്ടെ, ബാക്കി മറ്റൊരു ടീച്ചർ എഴുതട്ടെ. അങ്ങനെ കുട്ടിയും ടീച്ചറും കൂടി ചേർത്ത് എഴുതിയപ്പോൾ സംയുക്ത ഡയറി ഉണ്ട്. അതൊരു ക്ലാസ് മുറിയിൽ ഉണ്ടായതാണ്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രക്ഷിതാക്കളുടെ പങ്കാണ്. ഇപ്പം ഈ സ്കൂളുകളിൽ ക്ലാസ് PTA എല്ലാ പരീക്ഷ കഴിയുമ്പം ക്ലാസ് PTA നടക്കുന്നുണ്ട്. സാധാരണ ജനറൽ ബോഡി നടന്ന് PTA ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലാസ് PTA ഓരോ പരീക്ഷ കഴിയുമ്പോഴും ക്ലാസ് PTA നടക്കുന്നുണ്ട്. ശരിക്കും ഇപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ മാസം കഴിയുമെങ്കിൽ ക്ലാസ് PTA നടത്തണമെന്നാണ്. പക്ഷേ ഈ ക്ലാസ് PTA പങ്കാളിത്തം പലയിടത്തും കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ രക്ഷിതാവിനെ സ്കൂളിലേക്ക് ഇത്തരം PTA മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം എന്ന ഒരു ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒന്ന്. രണ്ടാമത്തത്, രക്ഷിതാക്കൾക്ക് ഇതിലുള്ള
താല്പര്യക്കുറവാണ്. ഇപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കൾക്ക് വേണ്ടി PTA അവർക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കും. അവരെ എനിക്ക് തോന്നുന്നു അതൊക്കെ കൂടുതൽ സ്കൂളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളായിരിക്കാം. എന്താണ് രക്ഷിതാക്കളുടെ ഒരു കുട്ടിയുടെ പഠനത്തിൽ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടാൽ മതിയോ, അതല്ല അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ്, പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും സവിശേഷത എന്ന് പറയുക ഇപ്പോഴുള്ള രക്ഷിതാക്കളൊക്കെ വിദ്യാസമ്പന്നരാണ്. പല രീതിയിൽ അത് ഏറ്റവും ഉയർന്ന തരത്തിൽ ഏറ്റവും തുടങ്ങി +2 എങ്കിലും കഴിയാത്ത രക്ഷിതാക്കൾ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അത്രയേറെ വിദ്യാസമ്പന്നരായ ഒരു വലിയ സമൂഹമാണ് നമ്മുടെ രക്ഷിതാക്കൾ. അപ്പോൾ രക്ഷിതാക്കളും കൂടെ ഇത് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അവരുടെ ഒരു പങ്കാളിത്തം ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ? നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന ചോദ്യത്തിന് രക്ഷകർത്താക്കൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന വിദ്യാലയം പൊതുവിദ്യാലയമാണ്. നിങ്ങൾക്ക് ഒരു സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ നിങ്ങളുടെ പ്രവേശനത്തിന് പരിമിതിയുണ്ട്. നിങ്ങൾക്കൊരു ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാം, കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താം, പരിശോധിക്കാം. ഇതെല്ലാം കഴിയുന്ന സംവിധാനം കേരളത്തിൽ സർക്കാർ അനുമതി നൽകുന്നുണ്ട്. അതിലൊന്നാണ് ക്ലാസ് PTA. നമ്മൾ പുതിയ പാഠ്യപദ്ധതി ആരംഭിച്ചതിന് ശേഷമാണ് ക്ലാസ് PTA കൊണ്ടുവരുന്നത്. നമ്മൾ പൊതു PTA-കളിൽ മിക്കവാറും അക്കാദമികമായ ഒരു കാര്യവും ചർച്ച ചെയ്യത്തില്ല. മറിച്ച് ക്ലാസ് PTA-കൾ നടക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ഇനിയും വിടാത്ത രക്ഷകർത്താക്കൾ അറിയേണ്ടത് ക്ലാസ് PTA നടത്തുക എന്നുള്ളത് സ്കൂളിൻ്റെ ചുമതലയാണ്. നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിക്കേണ്ടത് രക്ഷകർത്താവിൻ്റെ കടമ കൂടിയാണ്. ചോദിക്കാം, അവർ ക്ലാസ് PTA നടന്നില്ലല്ലോ. ആ ക്ലാസ് PTA-യിലാണ് കഴിഞ്ഞ ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ടീമിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പറയുന്നത്. ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതൊരു നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗം, ഒരു പരീക്ഷയാണ്. കുട്ടികളോട് പറയുകയാണ്, നീ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സെമിനാർ നടത്തി, സെമിനാറിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന കുട്ടികൾ ചെയ്തു, ആ ഇന്ന കുട്ടികൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതങ്ങനെ പരസ്യമായി പറയുന്നില്ല. നല്ല നിലയിൽ ചെയ്ത കുട്ടികളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. കുറച്ചുകൂടി മെച്ചപ്പെടേണ്ട കുട്ടികളെ രക്ഷകർത്താക്കളെ ടീച്ചേഴ്സ് വ്യക്തിപരമായി സമീപിച്ച് പറയും, കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നല്ല പങ്ക് വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ പഠന പുരോഗതിയിൽ വലിയ മാറ്റമുണ്ട്. മറ്റൊന്ന്, ഇത്ര ക്രിയേറ്റീവായി ഇടപെടാനുള്ള ഒട്ടേറെ സാധ്യതകൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കുണ്ട്. നമ്മൾ ലൈബ്രറികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അമ്മ വായന കേരളത്തിൽ അമ്മമാർ വായിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി അമ്മമാർ വായിക്കുന്നു. അമ്മമാർ പുസ്തകം എഴുതിയ ഇതുണ്ട്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അമ്മമാർ ഇടപെടുന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമ്മൾ ഒരു ശരാശരി കേരളത്തിലെ ഏത് പൊതുവിദ്യാലയം എടുത്ത് പരിശോധിച്ചാലും അവിടുത്തെ 4 or 10 അധ്യാപകരല്ല ആ വിദ്യാലയത്തെ നയിക്കുന്നത്, മറിച്ച് അവിടുത്തെ രക്ഷകർത്താക്കളാണ്. ഇത് വളരെ താല്പര്യമുള്ള, സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല വിദ്യാസമ്പന്നരായ രക്ഷകർത്താക്കളുണ്ട്. ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായ, മാത്രമല്ല ഈ മുമ്പുള്ളതിന് കുറച്ചുകൂടി ഒരു സാർത്ഥത വെടിഞ്ഞ രക്ഷകർത്താക്കളുമുണ്ട്. എന്നുവെച്ചാൽ പൊതു ഇടങ്ങളിൽ കുട്ടികളുടെ കൂട്ടായ പ്രവർത്തനം നടത്തണം. എൻ്റെ കുട്ടി മാത്രം പഠിച്ചാൽ പോരാ, ആ കുട്ടിയും പഠിക്കണം. അങ്ങനെ കൂട്ടായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകർത്താക്കൾ സമൂഹം ഉണ്ടായി. കുറച്ചുകൂടി ശാസ്ത്രീയമായി രക്ഷാകർതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പൊതുവിദ്യാലയങ്ങളിലെ രക്ഷകർത്താക്കൾക്കായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 പാഠപുസ്തകങ്ങൾ ഇറങ്ങി. പരീക്ഷയൊന്നും നടത്തിയില്ല, പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെയാണ് കരുതേണ്ടത്. നമുക്ക് പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്. ആ പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പേരൻറ്റിങ് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു രക്ഷകർത്താവിന് തീർച്ചയായും പ്രൈമറി നമ്മൾ ഇറക്കിയിരിക്കുന്നത് അങ്കണവാടി പ്രീ പ്രൈമറി പ്രായത്തിൽ ഒരു പുസ്തകം, LP തലത്തിൽ മറ്റൊരു പുസ്തകം, അപ്പർ പ്രൈമറി തലത്തിൽ മറ്റൊരു പുസ്തകം, കൗമാരക്കാരായ നമ്മുടെ കുട്ടികൾ, അങ്ങനെ 4 പുസ്തകങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് രക്ഷകർത്താക്കൾക്ക് ഇറക്കിയിട്ടുണ്ട്. അത് കുട്ടികളുടെ പഠനത്തിൻ്റെ സവിശേഷതകൾ പറയും, കുട്ടികളുടെ പരീക്ഷ എങ്ങനെയാണെന്ന് പറയും, ആ പ്രായത്തിൽ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറയും, രക്ഷകർത്താക്കൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് പറയും. മാത്രമല്ല, തുടർച്ചയായി രക്ഷകർത്താക്കൾക്ക് ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാലയം നമ്മുടേതാണ്. നമ്മൾ വ്യത്യസ്തമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 3 ലക്ഷത്തിലധികം കൃത്യമായി കണക്കിന് അറിയത്തില്ല, അവർക്ക് സൈബർ സാക്ഷരത പഠിപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ അമ്മമാര് പഠിപ്പിച്ച് തരാം നമ്മുടെ കുട്ടികൾ. ഇതൊരു വലിയ കാര്യമല്ല. കേരളത്തിലെ രക്ഷകർത്താക്കളെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ലിറ്റിൽ കൈറ്റ്സിന്റെ ക്ലബിലെ കുട്ടികൾ അവർ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇതിന്റെ സേഫ്റ്റി, നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സമൂഹം കേരളത്തിൽ കുട്ടികളുണ്ട്. അത് പഠിക്കുവാൻ തയ്യാറായി വരുന്ന രക്ഷകർത്താക്കളും കേരളത്തിലുണ്ട്. അത് തന്നെയാണ് പൊതുവിദ്യാലയത്തിന്റെ ശക്തി. ആരെങ്കിലും മക്കളെ പൊതുവിദ്യാലയത്തിൽ വിടാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ശക്തി അനുഭവിക്കാൻ അവസരം കിട്ടാത്തവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവർ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയിൽ കുട്ടിയുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ വേണ്ടാന്ന് വെക്കുകയും മറിച്ച് യാന്ത്രികമായ ചിലയിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ മക്കൾ കളിച്ചും ചിരിച്ചും പഠിച്ചും ഉല്ലസിച്ചും രസിച്ചും ഒക്കെ വളരുവാനുള്ള ഇടമാണ് നൽകുന്നത്. ആ ഇടത്തിലേക്ക് കുട്ടിയെ വിട്ടാൽ ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. നമ്മുടെ കുട്ടികൾ മിടുമിടുക്കരായി വളരും. എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിൽ വിടട്ടെ. വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിതെല്ലാം പറയുമ്പോഴും ഒരു
സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം അക്കാദമിക് പ്രവർത്തനം തന്നെയാണ്. അതിന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളുകളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് അതാത് സമയത്ത് നൽകുന്ന SCRT നൽകുന്നു, അതേപോലെ SSK നൽകുന്നു, ഒക്കെ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് SRG ഗ്രൂപ്പുകൾ. ഈ അവരാണ് ഈ അക്കാദമിക് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ UP-ലാവട്ടെ, ഹൈസ്കൂളിലാവട്ടെ, ഹയർ സെക്കൻഡറിയിലൊക്കെ ഇത് പ്ലാൻ ചെയ്യുന്നത് അവർ സബ്ജക്റ്റ് കൺവീനർമാരും അതുപോലെ അതേപോലെ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാമെന്ന് പറയുന്നുണ്ട് സ്കൂളുകളിലേക്ക്. സാറേ, എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ ചില സ്കൂളുകളിലെങ്കിലും ഇത് യാന്ത്രികമാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ ഒരു അധ്യാപിക, ആ അധ്യാപികയുടെ ക്ലാസ്സിലെ കുട്ടികളെ ശരിക്കും അറിയണം എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അറിയുമ്പം അതിൽ പ്രശ്നങ്ങൾ മറികടക്കണമെങ്കിൽ ക്ലാസ് ബേസ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം, അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. അതിലേക്കും കൂടെ നമ്മൾ എത്തേണ്ടതല്ല. നമ്മൾ ആദ്യഘട്ടത്തിലാണ് സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ നടക്കേണ്ട മുഴുവൻ അക്കാദമിക പ്രവർത്തനങ്ങളും എന്താണ്, വരുന്ന ഒരു അധ്യയന വർഷം എന്ത് നടക്കണം, തൊട്ട് 5 വർഷങ്ങൾക്കുള്ളിൽ സ്കൂൾ എങ്ങനെയാണ് അക്കാദമിക രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ചെയ്യുകയും ആ പ്ലാനിന് ആവശ്യമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ വേണമെന്ന് നിശ്ചയിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ്സിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നന്നായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. അത് ക്ലാസ്സിലെ ഒരു പൊതു പ്രശ്നമാണ്. അപ്പോൾ ആ ക്ലാസ്സിലാണ് ഒരു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകേണ്ടത്. ആ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ എന്താ വേണ്ടത്? ഈ കുട്ടികൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് പറയാൻ അവസരം കിട്ടണം, ഇംഗ്ലീഷ് നാടകം കാണാൻ കളിക്കാൻ അവസരം കിട്ടണം, സിനിമ കാണാൻ അവസരം കിട്ടണം. അപ്പോൾ അങ്ങനെ അത് എഴുതാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ എഴുതാൻ ശ്രമിച്ചപ്പോൾ അത് ക്ലാസ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്നുള്ള സങ്കല്പത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതുമല്ല വേണ്ടത്. ഓരോ കുട്ടിക്കും ഒരു മാസ്റ്റർ പ്ലാൻ വേണം. നമ്മൾ പറയുന്നു, അഭിമാനപൂർവ്വം പറയുന്നു, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ചിലതെങ്കിലും ഓരോ കുട്ടിയെയും പരിഗണിച്ചുകൊണ്ട് അവരുടെ വ്യക്തിഗതമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ന കുട്ടി, ആ കുട്ടിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇനിയും മുന്നേറേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിക്ക് ഇന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു ക്ലാസ് മൊത്തം നോക്കുമ്പോൾ ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾക്കാണ് പൊതുവായ ചില പരിമിതികൾ. അപ്പോൾ അഭിനയത്തിന് പരിമിതിയുള്ള 10 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലെ മാസ്റ്റർ പ്ലാനിൽ അഭിനയത്തിന് വേണ്ടി ഒരു സാധ്യത ഉണ്ടാക്കണം. അത് സ്കൂളിലേക്ക് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ട്. ചില വിദ്യാലയങ്ങൾ അത് മാതൃകാപരമായി ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ കേൾക്കുന്ന രക്ഷകർത്താക്കളും അധ്യാപകരും അത്തരം ശ്രമങ്ങൾ നടത്തിയ നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയാണ് ഒരു യൂണിറ്റ്. ആ കുട്ടി ഒരു യൂണിറ്റായി പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താനാണ് നമ്മൾ ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയിൽ അടക്കം പറഞ്ഞത്. അതുകൊണ്ട് വ്യക്തിഗത മാസ്റ്റർ പ്ലാനിൽ നിന്നും ക്ലാസ് മാസ്റ്റർ പ്ലാനിലേക്കും അവിടെ നിന്ന് സ്കൂൾ മാസ്റ്റർ പ്ലാനിലേക്കുമാണ് പോകേണ്ടത്. ഇതൊക്കെ വിജയിക്കണമെങ്കിൽ രക്ഷകർത്താക്കൾ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുക. എൻ്റെ കുട്ടിയുടെ വ്യക്തിഗത മാസ്റ്റർ പ്ലാൻ എന്താണ്, ഈ കുട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്താണ് സഹായിക്കുക. ചിലപ്പോൾ ഈ പിന്തുണ കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കളായിരിക്കില്ല ഉണ്ടാകും. അപ്പോൾ അവിടെ പിന്തുണയുടെ ഭാഗത്ത് മാസ്റ്റർ പ്ലാനിൽ എന്ത് ചെയ്യണം? പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി കുട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എല്ലാവരും അങ്ങനെ ആയെന്നല്ല. അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പൊതുവിദ്യാലയങ്ങൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുകയുള്ളൂ. ആ മാറ്റത്തിൻ്റെ വലിയ വേഗത്തിൽ സഞ്ചരിച്ചു അടുത്ത ഘട്ടം നമ്മൾ ഈ നിർദ്ദേശം ഓൾറെഡി കേരളത്തിലെ ക്ലാസ് മുറികളുണ്ട്. പല സ്കൂളുകളും ഇൻഡിവിജ്വൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവിടുന്ന് ക്ലാസ് മാസ്റ്റർ പ്ലാൻ, അവിടുന്ന് സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ശാസ്ത്രീയവും, അതാണ് വേണ്ടത്.